ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഇന്നത്തെ ദിവസം എങ്ങനെ പോയി? ഇന്ന് ഞാൻ നിങ്ങൾക്ക് ബജ്രംഗ് ബാൺ എന്ന ഭഗവാന്റെ ശക്തിയേറിയ ഹനുമാൻ സ്വാമിയുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ജപമാല എന്ന് പറയും, മന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഹനുമാൻ ചാലീസൊക്കെ എങ്ങനെയാണ് ചൊല്ലുന്നത്, അതിനേക്കാളും വളരെ പവർഫുള്ളാണ് ബജ്രംഗ് ബാൺ. ഈ ബജ്രംഗ് ബാൺ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല. जय हनुमंत संत हितकारी, सुन लीजिए प्रभु अर्ज हमारी, जन के काज विलंब न कीजिए, आतुर दोर महाസുഖ दीजिए. ഇങ്ങനെയാണ് ബജ്രംഗ് ബാൺ തുടങ്ങുന്നത്. ഭഗവാന്റെ ബ്രഹ്മാസ്ത്രമാണ് ബജ്രംഗ് ബാൺ. ബജ്രംഗ് ബാൺ നോർത്ത് ഇന്ത്യയിൽ പറയുന്നത് ബാത് ജബ് യഹാ തക് ആതി ഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് കഷ്ടമാണോ ഇവിടം വരെ, നിങ്ങളിനി മുങ്ങാൻ പോവുകയാണ്, കഴുത്ത് വരെയും വെള്ളം വന്നു. जब बात यहाँ तक आती हो, जब आपके सामने कुछ भी नज़र नहीं आ रहा हो, जब आप डूबने वाले हो, അങ്ങനെയാണ് അവർ പറയുക. എന്ന് വെച്ചാൽ നമ്മൾ മുങ്ങാൻ പോവാണ്, നമുക്ക് ഇനി ഒരു സൊല്യൂഷനും ഇല്ല. അങ്ങനെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് ബജ്രംഗ് ബാൺ നമ്മൾ പഠിക്കേണ്ടതും അല്ലെങ്കിൽ വായിക്കേണ്ടതും കേൾക്കേണ്ടതും. നമ്മൾ ഒരു വ്യവസ്ഥയുണ്ട്, അത് കുളിച്ച് ഈറനായി ഒറ്റക്കാലിൽ നിന്നിട്ട് വേണം ബജ്രംഗ് ബാൺ വായിക്കാനോ അല്ലെങ്കിൽ കേൾക്കാനോ എന്നാണ് പറയുക. കാരണം നമ്മൾ ശ്രീരാമനെയും സീതാദേവിയെയും ശപഥം ചെയ്തുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരാൻ നമ്മൾ ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിക്കുന്നത് അല്ലേ. അപ്പോൾ അവരെ മുൻനിർത്തി ശപഥം ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ഒരു കാര്യം ചെയ്തു തരാൻ ആവശ്യപ്പെടുമ്പോൾ അത് സ്വാമിക്ക് എങ്ങനെയാണ് നിരാകരിക്കാൻ പറ്റുക? അവിടെ ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും ശപഥം മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വാമിക്ക് ഏത് വിധേനയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നടത്തി തരാനേ ഭഗവാന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രത്തിൽ പറയുന്നത്, ബജ്രംഗ് ബാൺ നിങ്ങളുടെ അത്യാവശ്യം, നിങ്ങൾക്ക് ഇനി വേറൊരു വഴിയുമില്ല എന്നുള്ള അവസാന ഘട്ടത്തിൽ മാത്രമേ ബജ്രംഗ് ബാൺ ചൊല്ലാൻ പാടുള്ളൂ. അത് പ്രത്യേകിച്ച് ഭൂതങ്ങളുടെ പ്രേതങ്ങളുടെ ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴോ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ മാത്രമേ ബജ്രംഗ് ബാൺ ചൊല്ലാൻ പാടുള്ളൂ. ഭഗവാന്റെ നാമത്തിൽ നമ്മൾ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ശ്രീരാമൻ്റെ നാമം ശപഥം നിർത്തിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് കണ്ടറിഞ്ഞ് വേണം നമ്മൾ ചെയ്യാൻ. ബാണും ഹനുമാൻ ചാലീസയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു 100ൻ്റെ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്, 10ൻ്റെ നോട്ട് 10 നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ 100ൻ്റെ നോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക, ഇത് ബജ്രംഗ് ബാണാണ്. ഹനുമാൻ ചാലീസ എന്ന് പറയുന്നത് 10 രൂപയുടെ 10 നോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ മൂല്യം ഒന്ന് തന്നെയാണ്. ബജ്രംഗ് ബാൺ എന്നാണ് പറഞ്ഞത്. ബാൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരമാണ്. അമ്പിൻ്റെ വേഗത്തിലായിരിക്കും ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് പകരുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.